ബി.ജെ.പിയുമായി കൈകോർക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ. മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഇനി ബി.ജെ.പിയുമായി കൂട്ടുകൂടിയില്ലെങ്കിൽ ഭാവിയിൽ ദോഷം ചെയ്യുമെന്ന് ബി.ജെ.പി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിന് ഒരു മറുവശവുമുണ്ട്. കേരളത്തിലെ CPM-മായി അകന്നു നിൽക്കുക എന്ന ലക്ഷ്യവും കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ക്രൈസ്തവ സഭയുടെ മുഖപത്രമായ ദീപികയുടെ എഡിറ്റോറിയൽ ലക്ഷ്യമിട്ടത് CPM-നെ തന്നെയാണ്. പാർട്ടിയുടെ തലമുതിർന്ന നേതാവായ വിജയരാഘവനെയാണ് ദീപിക പത്രം ലക്ഷ്യം വെച്ചത്. രൂക്ഷ വിമർശനമാണ് ഈ നേതാവിനെതിരെ ദീപികയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് പൊതുയോഗം നടത്തിയതിനെ ന്യായീകരിച്ച CPM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ വിജയരാഘവനെ രൂക്ഷമായി തന്നെ ദീപിക എഡിറ്റോറിയൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. CPM ഏരിയ സമ്മേളനത്തെ ന്യായീകരിച്ച പരാജയ ഭാഷ്യം കൊണ്ടാണെന്നാണ് ദീപിക പറയുന്നത്. ഞങ്ങൾ ചില തോന്നിയാസങ്ങൾ കാണിക്കും, പൊതുജനം വേണമെങ്കിൽ സഹിക്കുകയോ മരിക്കുകയോ ചെയ്തോട്ടെ എന്ന ധാർഷ്ട്യമാണെന്നതും മാടമ്പിത്തരത്തിന്റെ മാസ്റ്റർ പീസ് ആണിതെന്നും ദീപിക വിമർശിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരന്റെ മേലങ്കി അഹങ്കാരത്തിന് കാരണമായാൽ അത് സഹിക്കാനുള്ള ബാധ്യത പൊതുജനത്തിനില്ല എന്നും പത്രം എഴുതുന്നുണ്ട്. പൊതുജനത്തിന്റെ ആദ്യം അറിയുന്ന ഒരുവനും പൊതുവഴിയിൽ വേദി കെട്ടി പ്രസംഗിക്കാനുള്ള തൊലിക്കട്ടി ഉണ്ടാകില്ല. പൊതുവഴി സ്റ്റേജ് കെട്ടാനുള്ളതാണെന്നും നിയമസഭ മേശപ്പുറത്ത് നൃത്തമാടാനുള്ളതാണെന്നും കരുതുന്നവരുടെ രാഷ്ട്രീയ മനസ്സിനിയും ഇരുണ്ട യുഗത്തിന്റെ തപസ്സിൽ തപ്പിയെടുത്തിരിക്കുകയാണെന്നും പറയേണ്ടി വരുമെന്നും ദീപിക മുഖപത്രത്തിൽ പറയുന്നുണ്ട്. കാറുള്ളവർ കാറിൽ പോകുന്നത് പോലെ പാവങ്ങൾക്ക് ജാഥ നടത്തുവാനും അനുവാദം വേണമെന്ന് പറഞ്ഞ വിജയരാഘവൻ അറിഞ്ഞോ അറിയാതെയോ തൊലിയുലിഞ്ഞു പോകുന്ന സെൽഫ് ഗോൾ തന്നെയാണ് പാർട്ടിയുടെ ഗോൾ പോസ്റ്റിൽ അടിച്ചു കയറ്റിയിരിക്കുന്നത്. പാവങ്ങളുടെ പാർട്ടി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നിങ്ങളുടെ പാർട്ടിയിൽ കാറില്ലാത്ത എത്ര നേതാക്കളുണ്ട്? കുന്നംകുളത്തെ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ സഖാവ് വിജയരാഘവൻ നടന്നാണോ വന്നതെന്നും ദീപിക മുഖപത്രത്തിലൂടെ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വഞ്ചൂരിൽ റോഡ് തടഞ്ഞ് പൊതുയോഗം നടത്തിയതിനെ ന്യായീകരിച്ചുകൊണ്ട് വിജയരാഘവൻ രംഗത്തെത്തിയത്. ഇതാണ് ക്രൈസ്തവ മുഖപത്രത്തെ ചൊടിപ്പിച്ചതും. കാറിൽ പോകേണ്ട കാര്യമുണ്ടോ, നടന്നും പോകാമല്ലോ എന്നായിരുന്നു CPM കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനത്തിൽ വിജയരാഘവൻ ചോദിച്ചത്. റോഡിൽ പൊതുയോഗം വെച്ചതിന് സുപ്രീം കോടതിയിൽ പോവുകയാണ്. വലിയ പബ്ലിസിറ്റി കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാമില്ലേ, എല്ലാവരും കൂടി കാറിൽ പോകാതെ നടന്നു പോകാമല്ല എന്നും വിജയരാഘവൻ ചോദിച്ചിരുന്നു. വഞ്ചൂർ കോടതിക്ക് സമീപമാണ് റോഡ് അടച്ചുപൂട്ടി CPM വേദി ഒരുക്കിയത്. ഇതേ തുടർന്ന് സ്ഥലത്ത് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടതോടെ പരിപാടിക്കെതിരെ വലിയ രീതിയിൽ ജനരോക്ഷവും വിമർശനവും ഉയർന്നിരുന്നു.